പക്ഷേ ഇപ്പം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. എനിക്ക് കോളേജിൽ പോകാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ബിസിനസ് ചെയ്താൽ മതി, എനിക്കിനി പഠിക്കണ്ട, ഞാൻ ബിസിനസ് ചെയ്യുന്ന എനിക്ക് പഠിച്ചാൽ തലേക്ക് നല്ല ഒരാശ്വാസമുണ്ട്. രാവിലെ എണീക്കുമ്പോൾ എന്തുണ്ടാക്കുമോ, ചിക്കൻ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ, ചിക്കൻ ഉണ്ടല്ലോ ഫ്രീസറിലേ നമുക്ക് വിജയിക്കാൻ പറ്റുമോ, അതുകൊണ്ട് വിജയിച്ചിക്കില്ല. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ 2 മക്കളും ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ടെൻഷൻ ആവണ്ട. ഓരോ ഡിസ്കിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ കിടപ്പിലേനും അലക്കുവേനും തുടക്കുവേനുള്ള എൻ്റെ മോള് വരും. ഉമ്മ എൻ്റെ കൈ പൊട്ടി പ്ലാസ്റ്റർ ഇട്ട്. മാഷാ അല്ലാഹ് ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് തലവേദന കൂടി വന്നിട്ട് ഇന്ന് ഞാനായിപ്പം ഇന്നത്തെ എൻ്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, രാത്രി ഡിന്നറിനുള്ള പരിപാടിയാണ്. 1 കിലോ ചിക്കൻ വാങ്ങി അത് 2-3 സൈസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കലില്ലേനു, പക്ഷേ ഇപ്പം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ആദ്യത്തേതെന്ന് പറയുന്നത് മഞ്ഞളും മുളകും കുറച്ച് സുർക്കയോ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം പെരക്കി ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. അടുത്തത് കുറച്ച് കൂടുതൽ ചിക്കന് ഉണ്ടാക്കിയിട്ട് ഒരു ഹാഫ് വേവായരം പകുതി എടുത്ത് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. പിന്നത്തത് 2 നേരത്തേക്ക് ഉണ്ടാക്കുന്ന അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇപ്പായതാ. ആദ്യം എന്ന് വെച്ചാൽ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി ഫ്രീസറിൽ വെക്കും. ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിക്കുകയുള്ളൂ. ഞാൻ 1 കിലോ ചിക്കനൊന്നും ഇങ്ങനെ വാങ്ങിക്കൂല. അരി അരച്ചിട്ടും തേങ്ങ ചിരണ്ടിയിട്ടെല്ലാം വെക്കാന്നല്ലാണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കില്ല. പക്ഷെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ഒരാശ്വാസമുണ്ട്. രാവിലെ എണീക്കുമ്പോൾ എന്തുണ്ടാക്കുമോ, ചിക്കൻ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ, ചിക്കൻ ഉണ്ടല്ലോ ഫ്രീസറിൽ, അതെടുത്തിട്ട് പെട്ടെന്നൊന്ന് കുക്കാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ പകുതി ആയതല്ലേ അതെടുത്തിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അങ്ങനെയുള്ളൊരു സമാധാനമുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. മോന് ഡിഗ്രിക്ക് കോളേജിൽ പോകാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ബിസിനസ് ചെയ്താൽ മതി, എനിക്കിനി പഠിക്കണ്ട, ഞാൻ ബിസിനസ് ചെയ്യുന്ന എനിക്ക് പഠിച്ചാൽ തലേക്കാരൂല എന്നെല്ലാം പറഞ്ഞതാ. ബിസിനസ് എന്ന് പറയുന്നത് ഡ്രസ്സിൻ്റെ നോക്കി, അച്ചാറിൻ്റെ നോക്കി, ഫുഡിൻ്റെ നോക്കി. അത് കൂടുതലായിട്ടൊന്നും അതിന് വേണ്ടി റിസ്ക് ചെയ്തിട്ടില്ല. റിസ്ക് എടുത്താലേ നമുക്ക് വിജയിക്കാൻ പറ്റുമോ, അതുകൊണ്ട് വിജയിച്ചിക്കില്ല. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കോളേജിൽ കയറുന്നതെന്ന് പറഞ്ഞ് നല്ല സമ്മതം. പിന്നെ കോളേജിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ ചായ വേണം, 8 മണിക്കേക്ക് ചായ വേണം. അങ്ങനെ തന്നെ അങ്ങ് ഷോപ്പിലേക്ക് പോകുന്ന. അപ്പോൾ 2-3 ദിവസമായിട്ട് ചോറ് കൊണ്ടുപോകുന്നില്ല. കുട്ടികളെ സ്വഭാവമെല്ലാം നോക്കിയിട്ട്, സെക്കൻഡ് ഇയർ കുട്ടികളെ ഇതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ചായ വേണ്ടും. പിന്നെ വേറെ എന്തൊക്കെയാ വേറെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഇതെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഇനിയിപ്പോൾ എനിക്ക് തീരെ എണീക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഓൻ തന്നെ ദോശയോടും അല്ലെങ്കിൽ നെയ്പ്പത്തലിയോടും അല്ലെങ്കിൽ റവ ഉണ്ടാക്കും, അല്ലെങ്കിൽ പൊറാട്ടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോയിട്ടെല്ലാം വലിയൊരു ബേജാറില്ല കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ. എൻ്റെ 2 മക്കളും ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ടെൻഷൻ ആവണ്ട. ഓരോണ്ടാക്കും ഞാൻ തീരെ കിടന്നു പോയാൽ. പക്ഷേങ്കിൽ ഒരു വക തല പൊന്തെങ്കിൽ എൻ്റെ മക്കൾ കൊണ്ട് ഉണ്ടാക്കിക്കൂല. അതൊരു അമ്മമാരും ഉണ്ടാക്കിക്കൂല. പക്ഷേ അതിൽ കിടക്കുന്ന സമയത്ത് ഒരു പറയും, ഉമ്മ ടെൻഷൻ ആവണ്ട, ഞാൾ നോക്കും, ഞാൾ ചെയ്യുമെന്ന് പറയും. അങ്ങനെ ചെറിയുള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ടാണ് ഞാനിന്ന് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്ന് പകുതി എടുത്ത് ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ട് അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലുള്ള ബാക്കിയിൽ ഞാൻ കുറച്ച് വലിയ ഉള്ളി കൊത്തി അരിഞ്ഞിട്ടിട്ട് അതാണ് ഇന്നും നാളേക്കുള്ള കറിയാത്. ഇതാ ബാക്കി ബോക്സിലാക്കിയിട്ട് ഇതും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ചൊവ്വാഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ബുധനാഴ്ചയും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഡിസ്കിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ കിടപ്പിലേനും അലക്കുവേനും തുടക്കുവേനുള്ള എൻ്റെ മോള് വരും. ഓള് വന്ന് ചൊവ്വാഴ്ച വന്ന് നമ്മളിങ്ങനെ എന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തറവാട്ടിൽ നിന്ന് വിളിക്കുന്ന ഉമ്മ വീണിട്ടുണ്ടെന്ന്. എനിക്ക് ചൊവ്വാഴ്ചയും ഹോസ്പിറ്റലിൽ പോകേണ്ടത്. ചൊവ്വാഴ്ച നോക്കിയിട്ട് കുറവില്ലെങ്കിൽ MR എടുക്കണോ എല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുന്നതിന്. അങ്ങനെ പിന്നെ എന്നെക്കാട്ടിലും വലുത് ഉമ്മയാണല്ലോ. ഞാനും ഓരോ കൂടെ ഹോസ്പിറ്റലിൽ പോയി. ഉമ്മ എൻ്റെ കൈ പൊട്ടി പ്ലാസ്റ്റർ ഇട്ട്
മാഷാ അല്ലാ ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ എനിക്ക് തുടങ്ങിയൊരു തലവേദന. എനിക്കങ്ങനെ എല്ലാ വണ്ടിയൊന്നും അങ്ങനെ എനിക്കിഷ്ടപ്പെടില്ല. അതൊന്നും എൻ്റെ പെരക്കാരൊന്നും കണക്കിലെടുക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ആക്കുന്നതോ ഒന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ അധികമൊന്നും അവിടെ കാറിൽ യാത്ര ചെയ്യലില്ല. അങ്ങനെ ഞാൻ പോയി വരുന്ന എനിക്ക് തലവേദന വന്ന് തലവേദന കൂടി വന്നിട്ട് മിഞ്ഞാന്ന് വൈകുന്നേരം ഇപ്പം വ്യാഴ്ചയായി ഇതുവരെ തലവേദനക്ക് ഒരു കുറവും വന്നിക്കില്ല. കണ്ണടെല്ലാം വെച്ചിട്ട് എങ്ങനെയോ ഫോണിൽ നോക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ ചോദിക്കും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യണമെന്ന് ചോദിക്കും. ഇതെൻ്റെ ഒരു തൊഴിലാക്കി മാറ്റിയത് കൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. 3 ഗുളിക കുടിച്ച് തലവേദനേൻ്റെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. മിഞ്ഞാന്നേനും എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്, തലവേദന കൊണ്ട് ഹോസ്പിറ്റലും പോയിക്കില്ല. ഇന്നിപ്പം പുതിയ ഷീട്ടെല്ലാം എടുത്തിട്ട് ഒന്നുകൂടെ ഡോക്ടറെ പോയി കാണണം. അപ്പോൾ ഉമ്മാക്ക് മാഷാ അല്ലാ വേദനക്കെല്ലാം കുറവുണ്ട്. ഞാനായിപ്പം ഇടങ്ങാറായി എന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊരു ബുദ്ധിമുട്ട് റെഡിയാവുമായിരിക്കും. അപ്പം നമ്മൾ രാത്രിക്കേക്ക് ഉണ്ടാക്കിയത് പൂരിയും ചിക്കൻ കറിയോ. ഇൻഷാ അല്ലാ ഇനി അടുത്തടുത്ത് തന്നെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡിന്നറെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വിളിച്ച് സാധനമെല്ലാം വന്നിട്ടുണ്ട്. പച്ചക്കറിയും ബാക്കിയുള്ള കുറേ സാധനങ്ങളെല്ലാം ഇല്ലാത്തതുകൊണ്ടേനും അതെല്ലാം വന്നാലും സെറ്റാക്കി എടുക്കുന്നുണ്ട്. അടുക്കളയിൽ എല്ലാ സാധനവും ഉണ്ടായി എല്ലാം നമ്മളെ ചുറ്റുമറ്റത്തുണ്ടെങ്കിൽ എല്ലാം ഒരെളുപ്പം തോന്നും എനിക്ക് അല്ലേ. പിന്നെ വെള്ളവും സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് കാണിച്ചിട്ട് വരട്ടെ ഡോക്ടർ എന്നാണ് പറയുന്നത്. നോക്കട്ടെ. എല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നൊരിക്കൽ കൂടി പറയുന്നു. ഓക്കെ.